പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് 2 ലേഡീസിന് ഭരതനാട്യം മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ്. ഷാർജയിലെ സെൻട്രൽ മാളിലാണ് പ്രോഗ്രാം. അവിടെ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്, ഒപ്പന കാര്യങ്ങളൊക്കെ. അതിനിടയിൽ 2 ക്ലാസിക്കൽ ഡാൻസ് കൂടെ. അപ്പോൾ അവർ നേരത്തെ എത്തി നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ, മേക്കപ്പ് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർ വന്ന ഉടനെ ഇപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം മുമ്പ് പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. 2 പേരാണ് ഉള്ളത്. അങ്ങനെ ഫൗണ്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്യുന്നത് പാൻ കേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ റൂഷ്, ഹൈലൈറ്റർ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഹെയർ കൂടെ ചെയ്യാനുണ്ട് നമുക്ക് വരെ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഹെയർ ചെയ്യണം, ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. ഇപ്പോൾ ഇവർ വലിയ ആൾക്കാരായതുകൊണ്ട് തന്നെ അവരെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ ചെറിയ കുട്ടികളെ പോലെ പുരികം ഹൈഡ് ചെയ്ത് വേറെ ഒരു നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് വരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ബ്രൗൺ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്തൊന്ന് ഹൈലൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് അല്ലാതെ നല്ല കട്ടിയിലൊക്കെ വരച്ചാൽ ഒരു ഭംഗി കുറയും. ഒരു പുരികം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് താഴെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ട താഴെയൊക്കെ വരച്ച് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു റെഡ് ഷെയ്ഡൊക്കെ കണ്ട താഴെ വന്നാൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചത് ജെല്ലാണ്, ഐബ്രോ ജെല്ലാണ് ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഷെയ്ഡിൻ്റെ സൈഡിലൊന്ന് ബ്ലാക്ക് ഒരു സ്മോക്കി ഐസാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയെടുത്ത് കാണും കണ്ണ് സ്റ്റേജിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്മോക്കി ഐസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വേണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബ്ലഷ് കുറച്ചുകൂടെ കൂടുതലിടുമ്പോൾ കുറച്ചുകൂടെ മുഖം ഒന്ന് തൊടുത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് കൂടുതൽ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇടുന്നത്. അതിന് മുകളിൽ പൊട്ട് ഞാനിവിടെ വെച്ചത് ഒരു ഓവൽ ഷേപ്പ് പൊട്ടാണ്. അതിൻ്റെ മേലെ ചെറിയൊരു സ്റ്റോൺ, ഗ്ലേസിങ്ങുള്ള സ്റ്റോൺ അതുകൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ മുക്കുത്തി 2 സൈഡിലും, ഒന്ന് റിങ്ങാണ്, ഒന്ന് സ്റ്റോണാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആളെയും ചെയ്യണം ഐബ്രോയും കാര്യങ്ങളൊക്കെ. ഈ ഹൈലൈറ്റ് ചെയ്യുന്നത് ഒന്നുകൂടെ ഐബ്രോ ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാനും ഒരു എക്സ്പ്രഷൻ കുറച്ചുകൂടെ ഭംഗിയാവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം ചെയ്ത ആളെ പോലെ പൊട്ടും ഇതൊക്കെ വെച്ച് മുക്കുത്തിയൊക്കെ വെച്ച് പിന്നെ അവരെ ഡ്രസ്സിങ്ങിന് വിടും. അപ്പോൾ ടീച്ചർ ഡ്രസ്സ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അവർ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിങ് കഴിഞ്ഞ് ഹെയർ ഓർണമെൻറ്റ്സും ചെയ്യണം. ഇനി ഇതിപ്പോൾ ഐലേഷാണ് വെക്കുന്നത്. കണ്ണിന് കുറച്ചും കൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫേക്ക് ഐലേഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓർണമെൻറ്റ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹെയർ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഹെയർ ചെയ്ത് ഓർണമെൻറ്റ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ജസ്റ്റ് അവർ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് ലാസ്റ്റ് ഫൈനലായിട്ട് ചെയ്യുന്നതാണ് ലിപ്സ്റ്റിക്ക് ഒന്ന് നല്ലപോലെ ഡാർക്കിലാണ് കൂടുതലും ക്ലാസിക്കൽ ഡാൻസിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി പൊട്ടിൻ്റെ സൈഡിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാം. ഇതാണ് ഇവരുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതാണ് ടീച്ചർ, അവരെ ഗുരു പ്രസീത ടീച്ചർ.